GST രജിസ്ട്രേഷൻ ഇപ്പൊ കുറെ പേര് എടുക്കുന്നുണ്ട്. പക്ഷെ കുറെ പേർക്കുള്ള ഡൗട്ടാണ് GST രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. എന്നോട് കുറെ പേര് എന്റെ ക്ലയൻസ് തന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതായത് ഈ പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് എടുത്തതിന് ശേഷം ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പോ ചിലർക്കൊക്കെ അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഹായ്, ഞാൻ അഖില, GST പ്രാക്ടീഷണറാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് പ്രോസസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും വരും. അപ്പോൾ ഫസ്റ്റ് GST പോർട്ടൽ ഓപ്പൺ ചെയ്യുക, അതായത് gst.gov.in എന്ന പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ ലോഗിൻ എന്ന് കൊടുത്താൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. പക്ഷെ അതിലല്ല നിങ്ങളുടെ മെയിലിലേക്ക് വന്ന യൂസർ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന്റെ താഴെ ക്ലിക്ക് ഹിയർ പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും. അത് ഞാൻ ഇവിടെ കാണിക്കാം. ഇതിന്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുപോലെ കാണും. അതിൽ നിങ്ങൾക്ക് ഇമെയിലിൽ വന്നിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് അതിനെ റീസെറ്റ് ചെയ്യാവുന്നതാണ്. യൂസർ ഐ ഡി ഒരിക്കൽ കൊടുത്താൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഏതുവരെ ഉണ്ടോ ക്യാൻസൽ ചെയ്യുന്നത് വരെ സെയിം യൂസർ ഐ ഡി ആയിരിക്കും. പാസ്വേഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പിന്നെ 3 months വൺസ് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. അത് GST പോർട്ടലിൽ നിങ്ങളെ റിമൈൻഡ് ചെയ്യും ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അത് ഇതുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ യൂസർ ഐ ഡി നിങ്ങൾ അവസാനം വരെ നിങ്ങൾ വെച്ച് ഏത് യൂസർ ഐ ഡി ആണ് നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമുള്ളത് ആ യൂസർ ഐ ഡി തന്നെ കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്താൽ ആദ്യം നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് റീസെറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണും. അതില് എൻ്റെ അടുത്ത് മുമ്പ് ഒരാൾ ചോദിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാന്ന് ഒന്ന് കാണിച്ചു തരാന്. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. എനിക്കത് പുതിയൊരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ഒരു അക്കൗണ്ട് കിട്ടിയാൽ എനിക്ക് അതിനെ പറ്റിയിട്ട് ലൈവായിട്ട് കാണിക്കാൻ പറ്റില്ല. ലൈവായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റില്ല അപ്ഡേറ്റ്. എനിക്ക് അങ്ങനെ ഏതെങ്കിലും പുതിയ രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ അതിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അതിന്റെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ മേലെ ഞാൻ വീഡിയോ ചെയ്യാം എങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്ന്. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത ഉടനെ നിങ്ങൾക്ക് അതിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കാണും. അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അതിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യാണ്ട് നിങ്ങളുടെ ഡാഷ്ബോർഡ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉള്ള പേജിലേക്ക് കൊണ്ടുപോകും. അതിൽ മേലത്തെ ഒരു ടാബിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട് എത്രയാണ് നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതായത് ഇപ്പൊ GSTയുമായിട്ട് ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണ്, എത്രയുണ്ടോ ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. 1 ആണെങ്കിൽ 1 കൊടുക്കുക. പിന്നെ ആഡ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ആഡ് കൊടുത്താൽ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കും. ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അങ്ങനത്തെ സാധാരണ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ചോദിക്കും. അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തേത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്. പിന്നെ സെക്കൻഡ് വൺ ഒരു ക്യാൻസൽഡ് ചെക്ക്. പിന്നെ തേർഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇത് മൂന്നിലെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാം. പിന്നെ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതെങ്ങനെയാ കാണാനുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. ഇതുപോലെയാണ് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. ഇത് ആദ്യം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ പ്ലേസ് ഓഫ് ബിസിനസ് ഏതാണോ അവിടെ നിങ്ങൾ ഇതിന്റെ ഡിസ്പ്ലേ ചെയ്യണം. അതിനെ ഫ്രെയിം ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓക്കെ, ലാമിനേഷൻ ചെയ്തിട്ടായാലും അല്ലെങ്കിൽ വെറുതെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അതെ. ബട്ട് അത് നിങ്ങളുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ ചെയ്യണം. പിന്നെ അതിൽ നിങ്ങളുടെ GST നമ്പർ ഉണ്ടാവും. ആ GST നമ്പർ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബിസിനസ് ഏതാണ്, ഇപ്പൊ നിങ്ങൾ വീട്ടിലാണ് ബിസിനസ് ചെയ്യണമെങ്കിൽ വീട്ടിലായാലും നിങ്ങളുടെ GST നമ്പർ നിങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. അതൊന്നില്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വെറുതെ പേപ്പറിൽ ഒട്ടിച്ച് വെച്ചാലും ശരി, അല്ലെങ്കിൽ ഒരു ബോർഡായിട്ട് അതിനെ
ഒരു ബോർഡിൽ എന്തെങ്കിലും ആ നമ്പർ പ്രിന്റ് ചെയ്തിട്ട് ബോർഡായിട്ട് ഫിക്സ് ചെയ്താലും ശരി, എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ ആ GST നമ്പറും പിന്നെ സർട്ടിഫിക്കറ്റ് അത് രണ്ടും നിങ്ങളുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ഡിസ്പ്ലേ ചെയ്യണം. അതൊരു മാൻഡേറ്ററി ആണ്. അല്ലെങ്കിൽ വല്ല റൈഡോ എന്തെങ്കിലും സഡൻ ആയിട്ട് GST ഡിപ്പാർട്ട്മെന്റിന് വന്നാൽ അത് നിങ്ങൾക്ക് പ്രോബ്ലം ആകും. നിങ്ങളുടെ GST രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ വല്ല പെനാൽറ്റി ഫൈൻ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അടുത്തതായി നിങ്ങളുടെ GST നമ്പർ നിങ്ങളുടെ സൈൻ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യണം. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിന് മുമ്പിൽ നിങ്ങൾ ഒരു സൈൻ ബോർഡ് വെക്കുമല്ലോ, കടയുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡ് വെക്കുമ്പോൾ ആ ബോർഡിന്റെ താഴെ ആ ബോർഡിൽ തന്നെ നിങ്ങളുടെ GST നമ്പർ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ GST ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. നിങ്ങൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഓൾറെഡി നിങ്ങൾ ഇൻവോയ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ GST രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം പുതിയ ഇൻവോയ്സ് നിങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ പഴയ ഇൻവോയ്സ് നമ്പർ വെച്ചിട്ട് പുതിയ ഇൻവോയ്സ് നെക്സ്റ്റ് ഇതാക്കാൻ പറ്റില്ല. GST ഇൻവോയ്സ് തന്നെ ഇതാവണം. ആ ഇൻവോയ്സിൽ എന്തൊക്കെ GST ഇൻവോയ്സ് എന്തൊക്കെ ഉണ്ടാവണം എന്ന് വെച്ചാല് നിങ്ങളുടെ GST നമ്പർ ഉണ്ടാവണം. പിന്നെ HSN അല്ലെങ്കിൽ SSC കോഡ് ആ ഇൻവോയ്സിൽ ഉണ്ടാവണം. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് B2B സപ്ലൈ ആണെങ്കിൽ ആ റെസിപ്പിയന്റിന്റെ GSTIN നമ്പറും പിന്നെ അഡ്രസ്സും മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവണം. പിന്നെ ടാക്സ് ആയിട്ട് എത്ര പെർസെന്റേജ് ആണോ നിങ്ങൾ ടാക്സ് കളക്ട് ചെയ്യുന്നത് അത് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇതിലെ പ്ലേസ് ഓഫ് സപ്ലൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ അതോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ എന്നത്. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇനിയൊരു സ്റ്റേറ്റിലേക്ക് സപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ IGST ആണ് കളക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്യണം. പിന്നെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അതായത് വിത്തിൻ സ്റ്റേറ്റ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് നിങ്ങൾ കേരളത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് വിത്തിൻ കേരള ആണ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോവില്ല. അപ്പൊ അതിൽ നിന്ന് ആ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ CGSTയും SGSTയും കളക്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്റർ സ്റ്റേറ്റ്, ഇപ്പൊ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ IGST ആണ് കളക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇൻവോയ്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം. IGST ആണോ അതോ CGST SGST ആണോ കളക്ട് ചെയ്യുന്നത് എന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ IGST ആണെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ്, നിങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രൈസിന്റെ മേലെ 12% ടാക്സ്. അപ്പൊ IGST നെ കളക്ട് ചെയ്യുന്നത് ഇന്റിഗ്രേറ്റഡ് ടാക്സ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് 12% ആണ് അതിൽ കാണിക്കേണ്ടത്. അല്ല ഇനിയിപ്പോ ഇന്റർ സ്റ്റേറ്റ് ആണ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിൽ 12% ടാക്സ് ആണെങ്കിൽ 6% CGST 6% SGST കാണിക്കുക. ഇപ്പൊ ടോട്ടൽ ടാക്സബിൾ വാല്യൂ എന്താണ് ഉള്ളത് അതിൽ 6% CGST 6% SGST അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. 12ല് 6% സെൻട്രൽ ഗവൺമെന്റിന്റെ പകുതി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പകുതി 50-50 ഷെയർ ചെയ്തിട്ടാണ് ഇൻവോയ്സിൽ കാണിക്കേണ്ടത്. നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പേ ഇൻവോയ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവാം ആ എക്സിസ്റ്റിംഗ് ബിസിനസ്സിന്. പക്ഷെ GST രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഈ ഒരു ഇൻവോയ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നിങ്ങൾ അതുവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് GST ഇൻവോയ്സ് ആയിരിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസും അതിൽ ഇൻക്ലൂഡ് ആയിരിക്കില്ല. പക്ഷെ GST രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം പുതിയ ഇൻവോയ്സ് വിത്ത് പുതിയ ഇൻവോയ്സ് സീരിയൽ നമ്പർ, ഇപ്പൊ പഴയ ഇൻവോയ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത സീരിയൽ നമ്പറിൽ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പുതിയ ഇൻവോയ്സ് നമ്പർ 1 തൊട്ട്, അതായത് പുതിയ സീരിയൽ നമ്പർ വെച്ചിട്ട് പുതിയ ഇൻവോയ്സിന് നിങ്ങൾ ഇഷ്യൂ ചെയ്ത് തുടങ്ങണം സെയിൽസ് ടൈമിൽ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ITC ഇൻപുട്ട് ടാക്സ് ക്ലൈം. ഇപ്പൊ കുറെ പേര് ഇതിന് GST രജിസ്ട്രേഷൻ എടുക്കണം തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ വൺസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് GST നമ്പർ കിട്ടും. ആ നമ്പർ നിങ്ങളുടെ പർച്ചേസ് ബില്ലിൽ, നിങ്ങൾ ഒരു സാധനം നിങ്ങളുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു നിങ്ങളുടെ ബയറിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പർച്ചേസ് ബില്ലിൽ നിങ്ങളുടെ GST നമ്പർ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ GST നമ്പർ കൊടുത്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. അതോ നിങ്ങളുടെ പർച്ചേസ് ബില്ലിൽ നിങ്ങളുടെ GST നമ്പർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ GST രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ GST റിട്ടേൺ ഫയലിംഗ് മുടങ്ങാണ്ട് ഫയൽ ചെയ്യേണ്ടതാണ്. അത് ക്വാർട്ടർലി റിട്ടേൺ ഫയലിംഗ് ആവാം അല്ലെങ്കിൽ മന്ത്ലി റിട്ടേൺ ഫയലിംഗ് ആവാം. ഏതായാലും ക്വാർട്ടർലി റിട്ടേൺ ഫയലിംഗ് പറയുമ്പോൾ 3 മാസത്തിലൊരിക്കൽ റിട്ടേൺ ഫയലിംഗ് ചെയ്യണം. മന്ത്ലി റിട്ടേൺ ഫയലിംഗ് ആണെങ്കിൽ എല്ലാ മാസവും റിട്ടേൺ ഫയലിംഗ് ചെയ്യണം. ഇനി GST രജിസ്ട്രേഷനില് 2 വിധത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് റെഗുലർ ടാക്സ് പെയർ, പിന്നെ ഒന്ന് കോമ്പോസിഷൻ ടാക്സ് പെയർ. റെഗുലർ ടാക്സ് പെയർ മന്ത്ലി റിട്ടേൺ ഫയലിംഗും ചെയ്യാം,
സെർട്ടൺ ത്രെഷോൾഡ് ലിമിറ്റ് ഉണ്ട്. അത് ക്രോസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺ ഫയലിംഗും ചെയ്യാം. അത് QRNP സ്കീം പറയും, ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേ. അങ്ങനത്തെ ഒരു രജിസ്ട്രേഷനും എടുക്കാം. പക്ഷെ സെർട്ടൺ ത്രെഷോൾഡ് ലിമിറ്റ് ഉണ്ട്. അത് എക്സീഡ് ആയാൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് മന്ത്ലി റിട്ടേൺ ഫയലിംഗ് തന്നെ ചെയ്യണം. പിന്നെ ഇനിയുള്ളത് കോമ്പോസിഷൻ സ്കീമിന്റെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അവർ കോമ്പോസിഷൻ സ്കീമിന്റെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ക്വാർട്ടർലി റിട്ടേൺ ഫയലിംഗ് ചെയ്താൽ മതിയാവും. 3 മാസത്തിൽ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. റെഗുലർ സ്കീമിന്റെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് GSTR1 പിന്നെ GSTR3B. ഇത് 2 റിട്ടേൺ ഫയലിംഗ് ആണ് എല്ലാ മാസവും ചെയ്യേണ്ടത്. പിന്നെ മന്ത്ലി ക്വാർട്ടർലി ആണെങ്കിൽ അതന്നെ, മന്ത്ലി ആണെങ്കിൽ ഇതന്നെ. പിന്നെ കോമ്പോസിഷൻ സ്കീമിന്റെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് CPM 08 എന്ന ഫോമാണ്. അത് ക്വാർട്ടർലി 3 മാസത്തിലൊരിക്കൽ ആ ഫോം ഫിൽ ചെയ്താൽ മതി. പിന്നെ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്താൽ ഉണ്ടാവുന്ന ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നിങ്ങൾക്ക് കസ്റ്റമറുടെ കയ്യിൽ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ പർച്ചേസിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടുമാണ് മേജർ ഡിസ്അഡ്വാൻറ്റേജ്. കസ്റ്റമറിന് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഇത്രയും നിങ്ങൾക്കുള്ള ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 3 മാസത്തിലേക്ക് റിട്ടേൺ ഫയലിംഗ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 1% മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. ഇത് രണ്ടാണ് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. പിന്നെ അവസാനമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് മുമ്പ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇനി അഥവാ വെച്ചിട്ടില്ല എങ്കിൽ GST രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഒരു പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഉള്ളത് അതിന് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അതിൽ ട്രാൻസാക്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രൊഡക്ഷൻ, സെയിൽസ്, പർച്ചേസ്, ITC കിട്ടാനുള്ളത്, പിന്നെ ടാക്സ് പേ ചെയ്യാനുള്ളത്, ഇതെല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സൽ ഷീറ്റിൽ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ടാലി അങ്ങനത്തെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. അല്ല എങ്കിൽ നോർമൽ എക്സൽ ഷീറ്റിലായി നിങ്ങളുടെ എന്തൊക്കെയാണ് പർച്ചേസും സെയിൽസും ഡീറ്റെയിൽസ് ഉള്ളത്, എത്ര പെർസെന്റേജ് ടാക്സ് പേ ചെയ്യാനുള്ള എല്ലാം പ്രോപ്പർ ആയിട്ട് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇനി ഇൻ കേസ് ഫർദർ എന്തെങ്കിലും റൈഡോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് പ്രശ്നമാകും. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട്സ് കാണിക്കണം. പിന്നെ ഓഡിറ്റിംഗ് ഒക്കെ സമയത്ത് പ്രശ്നമാകും. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ചെയ്യേണ്ട സമയത്ത് അത് അയച്ചു കൊടുത്താൽ മതി. ഏതെങ്കിലും ഓഡിറ്ററിന് അയച്ചു കൊടുത്താൽ അവരതിനെ ഓഡിറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾക്കത് മുമ്പിൽ അത് പ്രശ്നമാകും. മുമ്പിൽ അത് നിങ്ങൾക്കായാലും അത് നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ കമ്പനിക്കായാലും അത് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം ഒരു സ്ഥലത്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇത് ഇത്രയാണ് GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് GST പറ്റിയിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷനോ എന്തെങ്കിലും വർക്കോ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും GST ന്യൂ രജിസ്ട്രേഷൻ എടുക്കണോ, റിട്ടേൺ ഫയലിംഗ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും GST കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട കൺസൾട്ടേഷൻസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ബൈ.